ഹലോ ഫ്രണ്ട്സ്, ഞാൻ മനു മന്ദഹാസ്. അപ്പോൾ നമ്മുടെ ഫുൾ ബോഡി ട്രാൻസ്ഫോർമേഷൻ സീരീസിൻ്റെ എപ്പിസോഡ് 3 ആണത്. അതായത് നമ്മുടെ ഫുൾ ബോഡി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തായിരുന്നു കഴിഞ്ഞ പാർട്ടിൽ. അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പാർട്ട് വരുന്നത്. അപ്പോൾ അതിനകത്തിൽ കംപ്ലീറ്റ് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസിൻ്റെ എന്താണ് നമ്മുടെ പ്രസൻറ്റ് എൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ ലെവലുകളെല്ലാം നമ്മൾ അത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്ലഡ് റിപ്പോർട്ട് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് രണ്ടും നമ്മുടെ ബ്ലഡ് റിപ്പോർട്ടാണ്, വന്നിരിക്കുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ ഒന്നിനകത്തിൽ ഇപ്പം നമ്മൾ നോക്കുമ്പം വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കാണിച്ചിട്ടുണ്ട്. അത് 107 ആണ് നമ്മുടെ റേഞ്ച് കാണിച്ചിരിക്കുന്നത്. അതിൽ റെഫറൻസ് റേഞ്ച് വരുന്നത് 70 to 110 വരെയാണ്. അതിൽ 107 എന്ന് പറയുമ്പോൾ അത്യാവശ്യം കൂടുതലാണ്. അത് ഫാസ്റ്റിങ്ങിലാണ്. ബ്ലഡിലെ ഷുഗർ റേഞ്ച് അത്യാവശ്യം കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഒരു 90 ആ റേഞ്ചൊക്കെ വരെ വന്നാൽ മതി. ഇപ്പോൾ 100 മുകളിൽ 107 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യണം, ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമാകും. പിന്നെ സെറം കൊളസ്ട്രോളിനകത്തിൽ, അതായത് ടോട്ടൽ കൊളസ്ട്രോളിനകത്തിൽ നമുക്ക് 200 മുകളിലോട്ട് മാക്സിമം വരുന്നിടത്ത് 183 വന്നിട്ടുണ്ട്. അപ്പോൾ 183 എന്ന് പറയുന്നത് കുറവെന്ന് പറയാൻ പറ്റത്തില്ല, ഏകദേശം കൂടിയ റേഞ്ചിലോട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യണം. ടോട്ടൽ ഫാറ്റാണത്. പിന്നെ ട്രൈഗ്ലിസറൈഡ്സ് പക്ഷേ ഒരു പ്രശ്നത്തിൽ തന്നെ നിൽക്കുകയാണ്. 150ക്ക് താഴോട്ടാണ് നോർമൽ. അതെനിക്ക് 200 വന്നിട്ടുണ്ട് ഈ ട്രൈഗ്ലിസറൈഡ്സ്. അത് കൂടിക്കഴിഞ്ഞാലെന്ന് വെച്ചാൽ വലിയ പ്രശ്നമാണ്. നമുക്ക് സൈലൻ്റ് അറ്റാക്ക്, ഈ ഹേർട്ട് സംബന്ധമായിട്ടുള്ള പല പല ഇഷ്യൂസ് വരും. പിന്നെന്താ പറയണ്ടേ, നമുക്ക് സ്ട്രോക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇത് ഏകദേശം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഒരു ബ്രീത്തിങ്ങിൻ്റെ ബുദ്ധിമുട്ടും ഒരു ഭയങ്കര ഭാരം പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ഒരു നടക്കുകയോ ഇല്ല സ്റ്റെപ്പ് കയറുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര അണപ്പ് ടയർഡും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രധാനമായിട്ട് ഇതിൻ്റെയൊക്കെ തന്നെയാണ്. പിന്നെ HDL ഗുഡ് കൊളസ്ട്രോൾ അത്യാവശ്യം മെയിലിൽ 40 to 50 വരെയാണ് നോർമൽ. അതെനിക്ക് 42 നോർമലാണ്. LDL 101 വന്നിട്ടുണ്ട്. അത് നോർമൽ റേഞ്ചിലാണ് നിൽക്കുന്നത്. പിന്നെ VLDL 40 ആണ്, 38 വരെയാണ് നോർമൽ. അത് അത്യാവശ്യം കൂടുതലോട്ട് പോകുന്നുണ്ട്, കൺട്രോൾ ചെയ്യണം. നമ്മുടെ ക്രിയാറ്റിൻ ലെവലാണ്. ക്രിയാറ്റിൻ ലെവൽ ചിലപ്പോൾ എനിക്ക് കൂടുതലാണോ എന്ന് സംശയം ഉണ്ടായിരുന്നു. കാരണം ഞാൻ നല്ലതായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. ക്രിയാറ്റിൻ, ബീഫ് അങ്ങനത്തെ കുറേ ഐറ്റംസ് കൂടുതൽ കഴിക്കുന്നുണ്ടായിരുന്നു. കൂടാൻ ചാൻസ് ഉണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് അത്യാവശ്യം കൺട്രോളിലാണ്. മെയിലിൽ 0.4 to 1.4 വരെ വരേണ്ടടുത്ത് എനിക്ക് 0.81 ഉള്ളൂ. അത്യാവശ്യം നോർമലാണ്. അതുപോലെ തന്നെ യൂറിക് ആസിഡും എന്തായാലും ഞാൻ വിചാരിച്ചു ഒരുപാട് ഹൈ ആയിരിക്കുമെന്ന്. അത് അത്യാവശ്യം ഒരു നോർമൽ റേഞ്ചിലാണ് നിൽക്കുന്നത്. 3.4 തൊട്ട് 7 വരെയാണ് നമുക്ക് വരേണ്ടത്. അത് 5.1 വന്നിട്ടുള്ളൂ. എന്നാലും അതൊരുപാട് കൂടാതെ നോക്കേണ്ട എൻ്റെ ഒരു വേണ്ട ഒരു കാര്യമാണ്, ഇല്ലെങ്കിൽ നല്ല പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഒരു ഫാറ്റി ലിവറിൻ്റെ സ്റ്റേജ് അറിയാൻ വേണ്ടിയിട്ട് SGOT SGPT ഒക്കെ ചെയ്തിട്ടുണ്ട്. 37 ആണ് SGOT. അത് അണ്ടർ കൺട്രോളാണ്. 46 ആണ് മാക്സിമം. 46 വരെ വരാം, അതിന് മുന്നോട്ട് പോയാൽ പ്രശ്നമാണ്. പിന്നെ SGPT 33 വന്നിട്ടുള്ളൂ. 49 വരെ നോർമലാണ്. പക്ഷെ അത് രണ്ടും ഓക്കെയാണ്, വലിയ കുഴപ്പമില്ല. എന്നാലും അത് ഓവർ ആവാതെ നോക്കണം. പിന്നെ ടോട്ടൽ പ്രോട്ടീൻ ലെവല് നമുക്ക് 7.2 ആണ് വന്നിരിക്കുന്നത്. അത് 6 to 8.2 വരെ അണ്ടർ കൺട്രോളാണ്. 7.2 വലിയ പ്രോബ്ലം ഇല്ല, ഓക്കെയാണ്. പിന്നെ കാൽഷ്യം ലെവൽ 8.7 ഉള്ളൂ. അത് 8.6 to 10.2 വരെ നമുക്ക് വരാം. അപ്പോൾ ഒരു 8.7 എന്ന് പറയുമ്പോൾ വളരെ ലോയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 8.6 ആണ് ഏറ്റവും ബേസിക്. 8.7 എന്ന് പറയുമ്പോൾ വളരെ കുറവാണ്. അത് ഒരു 9 ഒക്കെ വരെ വരാം. 9.3 വരെയോളമൊക്കെ വരാം. അത് കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ആദ്യം വന്ന റിപ്പോർട്ടിൻ്റെ ഒരു ഡീറ്റെയിൽസ് വരുന്നത്. പിന്നെ അടുത്ത റിപ്പോർട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇതിലാണ്. നമ്മുടെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഒരു ലെവൽ ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വരുന്നത് നമുക്ക് 164 തൊട്ട് 753 വരെയാണ് നോർമൽ റേഞ്ച്. അതിൽ ഏറ്റവും കുറവിലോട്ടാണ് പോയിരിക്കുന്നത്. 57.46 എന്ന് പറയുമ്പോൾ വളരെ ലോ ആണ്. അപ്പോൾ അത് അത്യാവശ്യമായിട്ട് ഞാൻ ഇമ്പ്രൂവ് ചെയ്യണം. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ എൻ്റെ ബോഡിയിലുണ്ട്. കാരണം മസിൽസൊക്കെ അത്ര വീക്കാണ്, സ്ട്രെങ്തൊക്കെ വളരെ വീക്കാണ്. ഭയങ്കരമായിട്ട് ബോഡി ലൂസായിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. നല്ലതായിട്ട് ഫാറ്റിങ് കയറിയിട്ടുണ്ട് ഷുവറായിട്ട്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഇത് അത്യാവശ്യം ഫാറ്റൊക്കെ റെഡ്യൂസ് ചെയ്ത് ഫിറ്റ് ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷ. ഇല്ല, അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും, റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ തൈറോയിഡിൻ്റെ കംപ്ലീറ്റ് പ്രൊഫൈൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ T3, T4, TSH ഇത് 3 ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ T3 നമുക്ക് വന്നിരിക്കുന്നത് 1.06 ആണ്. അപ്പോൾ 0.60 to 1.81 വരെയാണ് നമ്മുടെ റേഞ്ച്. അപ്പോൾ 1.06 നോർമലാണ്. പിന്നെ T4 7.50 ആയിട്ടുള്ളൂ, അത് നോർമലാണ്. 11.60 വരെ നോർമലാണ്. അപ്പോൾ എനിക്കത് T4ഉം T3യും കുഴപ്പമില്ല. പക്ഷേ പ്രോബ്ലം TSH ആണ്. 6.78 വന്നിട്ടുണ്ട്.
6.78 എന്ന് പറയുമ്പോൾ മാക്സിമം റേഞ്ച് നമുക്ക് TSH വരാവുന്നത് 4.780 ആണ്. അതിൽ നിന്നും 6.78 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കൂടുതലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യമായിട്ട് കുറയ്ക്കണം. അതിൻ്റെയും പ്രോബ്ലംസ് അറിയാനുണ്ട്. ഭയങ്കര എന്താ പറയണ്ടേ, അങ്ങ് ഭയങ്കര നമ്മൾ മടിയും ഉറക്കക്ഷീണവും എപ്പോഴും ഉറക്കവും ആകെപ്പാടെ അങ്ങ് അസ്വസ്ഥതയാണ്. നമുക്ക് അതിൻ്റേതായ ചേഞ്ച്, നമുക്ക് എന്താ പറയണ്ടേ, ഒരു മടുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യമായിട്ട് ഇതെല്ലാം കൺട്രോളിലോട്ട് കൊണ്ടുവരണം. പിന്നെ വരുന്നത് വൈറ്റമിൻ D ആണ്. വൈറ്റമിൻ D ഇപ്പോൾ കൺട്രോളിലാണ് നിൽക്കുന്നത്, ഓക്കെയാണ്. അത് 113 വന്നിട്ടുണ്ട്. നമുക്ക് 75 to 250 വരെ നോർമൽ റേഞ്ചാണ്. 113 എന്നുള്ളത് വേണേൽ കുറച്ചുകൂടെ നമുക്ക് കൂടണം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ലെവല് ശരിക്കും പറഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് ലെവൽ കൊടുത്തിട്ടുണ്ട്. ഈ ഡെഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ 50ൻ്റെ താഴോട്ട് പോകണം. ഇൻസഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ 50 to 74 ആണ്. സഫീഷ്യൻ്റ് എന്ന് പറയുമ്പോൾ 75 to 250 വരെ നമുക്ക് സഫീഷ്യൻ്റ് ആണ്. അപ്പോൾ അത് ഓക്കെയാണ്, നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് അത് ഓക്കെയാണ്. അപ്പോൾ അതിനകത്ത് വേറെ ഇഷ്യൂസൊന്നുമില്ല. പിന്നെ എൻ്റെ ഡൗട്ടിൽ വൈറ്റമിൻ D ലോ ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെക്ക് ചെയ്തപ്പോൾ ഇത് ഓക്കെ ആയി. പിന്നെന്താണ്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്, ബ്ലഡ് ചെക്കിങ്ങിനകത്തിലെ ഒരു റിസൾട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ്റെ ബ്ലഡ് റിപ്പോർട്ട് ചെക്ക് ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇത് നമ്മൾ ഓരോരുത്തർക്കും ചെക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ ലാബിൽ ചെയ്യില്ല, ടെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഹെൽത്ത് എത്രത്തോളം വീക്കാണെന്ന് എനിക്കിപ്പോൾ ഇത് ചെയ്തോടെ ഇത്രയും ഐഡിയ എനിക്ക് കിട്ടി. അപ്പോൾ എനിക്കിനി അടുത്ത എന്താണ്, അതൊന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് വേണം എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ ചില ഡയറ്റോ ഇല്ല ചില വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിനെ ഓപ്പോസിറ്റായിട്ട് ചിലപ്പോൾ ബാധിക്കാം. ചില ഫുഡുകൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തിൽ കണ്ടേക്കുന്ന ചില കാര്യങ്ങൾ കൂടിപ്പോവാം, ഇല്ലെങ്കിൽ ചിലത് നമുക്ക് കുറവാണെങ്കിൽ അത് കുറഞ്ഞു പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഇനി എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഇനി എൻ്റെ ട്രാൻസ്ഫോർമേഷനുള്ള ഡയറ്റ് പ്രിപ്പറേഷൻ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ ബോഡി ഞാൻ ഫിറ്റ്നസ്സിലോട്ടാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഫിറ്റ്നസ്സിലോട്ട് ഇപ്പം വെയിറ്റ് ലോസ് ആയാലും ഇല്ലേ ഒരു ഫാറ്റ് ലോസ് ആയാലും ഇല്ലേ എന്താ പറയുക, നമ്മളൊരു മസിൽ ഗെയിൻ ആയാലും എന്ത് പ്രോഗ്രാം ആണെങ്കിലും നമ്മൾ എടുക്കുന്ന ഫുഡും അപ്പം ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും പറ്റുവാണെങ്കിൽ ഇതുപോലെ ഒരു ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഒരു 2-3 മാസം ഗ്യാപ്പിലെങ്കിലും ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ഒരു ഹെൽത്ത് കണ്ടീഷൻ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ചെക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ ഈ വണ്ണം വെക്കണമെന്നൊന്നും ഇല്ല. വണ്ണം വെച്ച ഒരാൾ അൺഹെൽത്തി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം വണ്ണം ഇല്ലാത്ത ഒരാൾക്കും പറഞ്ഞ പോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല വേരിയേഷൻസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ഒരു ഹെൽത്ത് കണ്ടീഷൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ പുറമേ ഒരാളെ നോക്കിയിട്ട് അവർ ഹെൽത്തി ആണെന്നോ ഇല്ല അവർ അൺഹെൽത്തി ആണെന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങളും ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഇതുപോലെ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ഫിറ്റ്നസ്സിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകളോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ, അതുപോലെ ഞാൻ ഈ ചെയ്ത ഒരു വീഡിയോ കാര്യങ്ങൾ എൻ്റെ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇനിയുള്ള പാർട്ടുകളിലാണ് നമ്മൾ ഇനി മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഓരോ സ്റ്റാർട്ടിങ് തൊട്ട് അങ്ങോട്ട് പോകാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റിനകത്ത് നിന്നുണ്ടായ പ്രശ്നങ്ങൾ അതെങ്ങനെ റിക്കവർ ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇനി അടുത്ത എപ്പിസോഡുകളിൽ ഉണ്ടാവും. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം എനിക്ക് ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു.